ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ ഗുഡ് മോർണിംഗോടെ തുടങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ വൈകുന്നേരം ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം രാവിലെ തൊഴിലുറപ്പിന് പോയിട്ട് വന്നതിന് ശേഷം അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പൊന്നുവിന് വാക്ക് കൊടുത്തിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കോവിലൊക്കെ പോകുന്നത്. അതും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ നമ്മൾ അതുവഴിയാണ് പോകുന്നത്. കോവിലിൽ പോകുന്ന ആ വഴിയിലാണ് നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ തോടും അതിൻ്റെ വെള്ളമൊക്കെ ഞാനിങ്ങനെ വെള്ളം വരുന്നതും എല്ലാം ഞാൻ വീഡിയോയിലിട്ട് അവളത് കണ്ട് അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവൾക്ക് കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ 2-3 ആഴ്ച കൊണ്ട് നമ്മൾ പോകാനൊക്കെ രാവിലെ ഞാൻ വൈകുന്നേരം വന്നിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെഡിയാക്കി വെക്കും. അപ്പോൾ ആണ് ഇപ്പം മഴക്കാലമല്ലേ, അപ്പം ഈ മഴ സമയമാണ്. അപ്പം മഴയത്ത് ഞാൻ ഇവളെയും കൊണ്ട് എങ്ങനെയാണ് പോകണം, നടന്നാണ് പോവേണ്ടത്. അപ്പോൾ വണ്ടി ഓട്ടോ പിടിച്ച് പോയാലും 40 രൂപ ഓട്ടോ പിടിച്ച് പോവേണ്ട ദൂരമുണ്ട്. പക്ഷേ ഇടവഴി കൂടി നമുക്ക് ഈ കുളത്തിൻ്റെ കരയിൽ കൂടിയൊക്കെ പോവാം. അപ്പോൾ ആ ഒരു വഴിയുണ്ട്. അപ്പം അതിൽ കൂടെ പോകാൻ അത് കാണാനാണ് അവർക്ക് ഇഷ്ടം. ആ തോടും ഇതിൽ വരുന്ന വെള്ളങ്ങളും കുളവും എല്ലാം കാണാനാണ് ഇഷ്ടം. അപ്പം മഴയത്ത് പോയാൽ നമുക്ക് അത് നടക്കില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഈ ആഴ്ച വാക്ക് തെറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി കെഞ്ചി ചോദിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. അങ്ങനെ ഞാൻ ഈ ആഴ്ച അവളെയും കൊണ്ട് പോയപ്പോൾ ഈ മെയിനായിട്ടും അമ്പലത്തിൽ പോയി തൊഴുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, ഭക്തി കൂടിയ ഒരു കൂട്ടത്തിലാണ്. പക്ഷേ ഞാൻ പണി ചെയ്ത സ്ഥലമല്ല, ഞാനിത് ഇവിടെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഓരോന്നും ഞാൻ കാണിച്ച് കൊടുത്ത് അവൾ നല്ല ഉല്ലസിച്ച് സന്തോഷിച്ചു. പക്ഷേ തോട്ടിലേക്ക് ഒന്ന് ഇറങ്ങണം എന്ന് അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് സമ്മതിച്ചില്ല. കാരണം അത് അഴുക്ക വെള്ളവും പിന്നെ വാട്ടർ ടാങ്കിലുള്ള വെള്ളമൊക്കെ ആ തോടിൽ കൂടിയാണ് പറഞ്ഞത്. അപ്പം കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ചവിട്ടാൻ അനുവദിച്ചില്ല. പക്ഷെ അവൾക്ക് അതൊക്കെ ചവിട്ടി കാലിലൊക്കെ വെള്ളം തൊട്ട് അങ്ങനെ കളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പം അങ്ങനെ അവൾ ആഗ്രഹത്തിന് കാണാൻ വേണ്ടി ഞാൻ അതുവഴി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, ഹാപ്പിയാണ്, സന്തോഷിച്ച് ഉല്ലസിച്ച് പോയി. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അമ്മമ്മ ഒരു വീഡിയോ ഇടാം അമ്മാമ്മ എന്ന്. അപ്പോൾ സാധാരണ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അവളെ ഇപ്പോൾ എടുക്കാൻ അവൾ സമ്മതിക്കില്ല. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും, അപ്പം വീഡിയോ എടുക്കാനൊന്നും അവൾ നിന്ന് തരില്ല. അപ്പോൾ ഇത് അവൾക്ക് അവിടെ കൂടി നടന്ന് പോകണം, അവൾക്കത് കാണണം. ഇതൊക്കെ എന്നോട് വീഡിയോ എടുക്കാൻ അവൾ ഇങ്ങോട്ട് പറഞ്ഞു. എന്തായാലും അവൾ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് ഞാനും എടുത്തു. അവൾ ഹാപ്പിയാണ്. നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രായത്തിൽ തോന്നുന്ന അവരുടെ ആ കളിയും ചിരിയും ചിന്തകളും അതെല്ലാം നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ്. അപ്പോൾ അവരുടെ മെമ്മറിക്കും നമ്മൾ കുഞ്ഞിലെ എന്തെല്ലാം ഇത് കണ്ടും കേട്ടും അതൊക്കെയല്ലേ നമ്മുടെ മെമ്മറിയിൽ ഇപ്പോഴും ചെറുതായിട്ടാണെങ്കിലും ഉള്ളത്. അപ്പം അതുപോലെ അവളുടെ മെമ്മറിയിലും ഇതൊരു നല്ല കാഴ്ചയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ ഒപ്പം നിന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഞാൻ സന്തോഷത്തോടെ ഞാനും എൻ്റെ പൊന്നും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. ഈ പുഴയും കടന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ തോടും കടന്ന് വേണം ഞങ്ങൾക്ക് നടപ്പാത മുറിച്ച് അങ്ങോട്ട് പോകാൻ, കോവിലിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉല്ലാസമായിട്ട് ഞാനും അവളും പൊന്നും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ യാത്ര പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള കുഞ്ഞു അവരവരുടെ നാടുകളിൽ കുഞ്ഞു കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട് എന്ന് ഇത് ആൾക്കാർ വിചാരിക്കും. ഇപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്ത് തോടോ, അങ്ങനെയല്ല. ഞാൻ എൻ്റെ കുട്ടിയുടെ മനസ്സിൻ്റെ സന്തോഷം, തോടും കുളവും എല്ലാ വയലും ഇതെല്ലാ കാഴ്ചകളും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊരു ചേല.